കാറ്റത്തെ കിളിക്കൊള്ളി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, സ്വർണവും പൈസയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് സുധീഷിന് ഒരിടത്ത് കെട്ടിവെച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ രാജീവിനാണെങ്കിൽ ടെൻഷൻ അഭിനയിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അത് ആരാ സുധീഷ്, അവരെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നപ്പോഴത്തേക്കും നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, അതിനെന്തായാലും നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുധീഷാണെങ്കിൽ ഹരീഷിനെ നീട്ടി ഒരു വിളി വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഹരീഷാണെങ്കിൽ ആ ഗുണ്ടയെ കൊണ്ട് ഇങ്ങോട്ട് അകത്തോട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ അരുണും രാജീവുമാണെങ്കിലും അയാളെ കാണുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഷോക്കൊക്കെ ആവുന്നുണ്ട്. നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ഇതാ ഇവനെ എന്നെ പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ രാജീവും പറയുന്നുണ്ട്, ഇവനോ? അപ്പോഴത്തേക്കാണെങ്കിൽ ആ കൊണ്ടെടുത്ത് പറയടാ, നീ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും സുധീഷ് നീ എന്തായാലും ടെൻഷൻ ആവണ്ട, ഞാനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കേണ്ട രീതിയിൽ ഞാൻ ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ രാജീവനാണെങ്കിൽ ആ കൊണ്ടേ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ രാജീവനാണെങ്കിൽ കൊണ്ടേ വീണ്ടും അടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ സുഭാഷാണെങ്കിൽ കയറി അയാളെ പിടിച്ച് മാറ്റിയിട്ട് സുഭാഷാണെങ്കിൽ അയാളെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ രാജീവിനെ ഇങ്ങനെ ദേഷ്യം നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് രാജീവ് പറയും, സുഭാഷ് എന്തിനാ ഇങ്ങനെ കയറി നിൽക്കുന്നത്, സുഭാഷ് മാറി, ഞാനാണെങ്കിൽ ചോദിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും നമ്മളെ സുഭാഷാണെങ്കിൽ മാറുന്നൊന്നുമില്ല. സുഭാഷാണെങ്കിൽ അവിടെ വീണ്ടും നമ്മളെ രാജീവിനാണെങ്കിൽ സൂക്ഷിച്ച് നോക്കി നിൽക്കും. അപ്പം നമ്മൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, സുഭാഷ് എന്തിനാ ഇങ്ങനെ ദേഷ്യമൊക്കെ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ ഇവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് വിട്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വയസ്സിന് മൂത്ത ആളല്ലേ, നിങ്ങൾ പെട്ടെന്നൊരു ദിവസം ഞങ്ങളെ വീട്ടിൽ വന്ന് ഞങ്ങളോട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സ്നേഹമൊക്കെ കാണിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ച് നിങ്ങൾക്കാണെങ്കിൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ മാറിയെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ ദേഷ്യവും കാര്യങ്ങളൊന്നും മാറിയതല്ല, നിങ്ങൾക്ക് പകയാ ഉള്ളിലെന്നൊക്കെ ഇങ്ങനെ നമ്മൾ സുഭാഷാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, എന്തിനാ സുഭാഷ് ചേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എല്ലാം കുറച്ചും കൂടെ വൈകിയായിരുന്നെങ്കിൽ ഇവർ സുധീഷ് ചേട്ടനെ കൊന്നേനെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ചേട്ടാ, എന്താ സംഭവം, കാര്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണം ഏട്ടത്തിയുടെ അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ രാജുവാണെങ്കിൽ എന്ന് പറഞ്ഞൊന്നും അറിയാത്ത കണക്കൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തിയെ തിരിച്ചിവിടെ വീട്ടിൽ കൊണ്ട് നിർത്താനും ഏട്ടത്തിയുടെ ജീവിതത്തിൽ നിന്നാണെങ്കിൽ സുധീഷ് ചേട്ടനെ ഒഴിവാക്കാനും വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്, ഇതിപ്പോൾ കയ്യോടെ പിടിച്ചപ്പോഴത്തേക്ക് ഇവർ അഭിനയിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ രാജീവും പറയുന്നുണ്ട്, ഇല്ല മോളെ ഞാനിങ്ങനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ആണോ, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ വെല്ലുവിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷ്, എന്താ വെല്ലുവിളിച്ച കാര്യമൊക്കെ എന്തോ ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് ആണെങ്കിൽ രാജീവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പറയട്ടെ ഞാനെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രാജീവൻ പറയുന്നുണ്ട്, സുധീഷെ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, എന്നെ വെല്ലുവിളിച്ചതല്ലേ, ഒരാഴ്ചയ്ക്കുള്ളിൽ നിധിയെ എന്നിൽ നിന്ന് അകറ്റുമെന്നൊക്കെ പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ നിധിയാണെങ്കിൽ രാജീവനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, എന്തോ നിങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങളെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ അച്ഛനും മോനോട് ചേർന്ന് എന്നെ കൊല്ലാനാ പ്ലാനിങ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രാജീവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇവർ പറയുന്നത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ രാജീവും പറയുന്നുണ്ട്, ഇവർ ചുമ്മാ പറയുന്നത് മോളെ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം, മോളെ അങ്ങ് അകത്ത് പോകാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹേമയെടുത്ത് പറയുന്നുണ്ട്, ഹേമ മോളെ അകത്തോട്ട് കൊണ്ടുപോകും. അവൾ അരുണിൻ്റെ അടുത്തും പറയുന്നുണ്ട്, അരുണ നീ പിന്നെ നിധി അകത്ത് കൊണ്ടുപോകാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അരുണാണെങ്കിൽ നിധിയുടെ കൈ കയറി പിടിക്കുമ്പോൾ നിധിയാണെങ്കിൽ ദേഷ്യത്തിലാണെങ്കിൽ കൈ വലിച്ചങ്ങ് വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്, അരുണിൻ്റെ കൈ തട്ടിക്കളയൊക്കെ ചെയ്യുന്നുണ്ട്. നിധിയാണെങ്കിൽ നമ്മളെ രാജീവനെ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുധീഷ് എന്താ ബാക്കി കഥ കാര്യങ്ങളൊക്കെ പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ അന്ന് വീട്ടിൽ നിന്ന് പോയപ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ആണെങ്കിലും നമ്മൾ നിധിയെടുത്തൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കഥയെല്ലാം പറഞ്ഞ ശേഷമാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, പിന്നെ അതുമല്ല ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇവരെന്നെ അപമാനിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ട് എന്താ അപമാനിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ അവിടെ വന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം നമ്മളെ നിധിയെടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിധിയുടെ സന്തോഷം കളയേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ എല്ലാം സഹിച്ച് നിന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ രാജീവനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, നിർത്തടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിന് ഞാൻ ഇതൊക്കെ ചെയ്തെന്നുള്ള തെളിവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ സുധീഷ് പറയുന്നുണ്ട്, ആ തെളിവല്ലേ നിങ്ങൾക്കുള്ളത്, തെളിവ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവനെ ഏറ്റവും വലിയ തെളിവെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അന്നത്തെ ദിവസം രാത്രിയാണെങ്കിൽ ഈ ഗുണ്ടയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിൽ ഗുണ്ടയ്ക്ക് നല്ല ഇടിയൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ നമ്മളെ ഗുണ്ടയെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നുണ്ടായിരുന്നു. പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ. ആ സമയത്താണെങ്കിൽ നമ്മൾ രാജീവന് പറയുന്നുണ്ട്, ചുമ്മാ നമ്മൾ ഇവരെല്ലാം കള്ളത്തരം പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നിധി പറയുന്നുണ്ട്, മതി നിർത്ത്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ അച്ഛൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനിക്ക് പോലും ഇങ്ങനെയൊന്നും ആൾക്കാരെ കൊല്ലാൻ വരെ
പോകുന്നതും ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അരുൺ പറയുന്നുണ്ട്, നിധി അച്ഛൻ എന്ത് ചെയ്താലും നിനക്ക് വേണ്ടി നല്ലതിന് വേണ്ടി മാത്രമേ അച്ഛൻ ചെയ്യത്തുള്ളൂ. ഇനി നിനക്ക് വീണ്ടും ഇനി ആ കുപ്പയിൽ പോയി കിടക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ ദേഷ്യത്തിലാണെങ്കിൽ നമ്മൾ അരുണിനെ നോക്കുന്നുണ്ട് കേട്ടോ. നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്തേ കാലിൻ്റെ ഉളുക്കൊക്കെ മാറിയോ? അച്ഛനാണെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കാലിൻ്റെ ഉളുക്കൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അതുവരെ ഇന്നലെ വരെ ഇവിടെ ഫുള്ള് കാലുളുക്കുമായിട്ടൊക്കെ നടന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നുണ്ടല്ലോ, കഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ നിധിയാണെങ്കിൽ സമയത്താണെങ്കിൽ നിധി നമ്മൾ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും എനിക്കിപ്പോൾ നിങ്ങളെയൊക്കെ പേടിയാണ്. കാര്യം നിങ്ങളൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ കൊല്ലാൻ പോലും നിങ്ങൾ മടിക്കത്തില്ല എന്നൊക്കെ നിധി പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ രാജീവൻ പറയുന്നുണ്ട്, മോളെ വാക്കുകൾ സൂക്ഷിച്ചൊക്കെ പറയാനൊക്കെ നിധി പറയുന്നുണ്ട്, ഞാൻ പറയുന്നതുകൊണ്ടാ കുഴപ്പം, അല്ലാതെ നിങ്ങൾ കാണിച്ചതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ട, അച്ഛനാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തും പിന്നെ ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ അടുത്തൊക്കെ പറയണം, എൻ്റെ ഒളിച്ചോടി പോയ മകളെ ഞാൻ തിരിച്ച് കൊണ്ടുവന്ന് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ വീടിനകത്ത് ഇരിക്കുന്നതെന്ന് എല്ലായിടത്തും പറയണം അല്ലേ, അതല്ലേ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ നിധി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിക്കും. ഇനി അച്ഛനാണ്, ഏട്ടനാണ്, അമ്മയാണെന്നും പറഞ്ഞിട്ട് ഇനി ഒറ്റയാണ് എൻ്റെ മുമ്പിൽ വന്നു പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ വേറെ, ഇനി ഞാൻ വേറെയാന്നൊക്കെ നമ്മളെ നിധി പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ ബാഗൊക്കെ എടുത്ത് തിരിച്ച് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തി ഇത് വെറുതെ വിടാൻ പറ്റത്തില്ല, ആളെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചൊരു കേസും കാര്യങ്ങളും, ഇത് പോലീസിൽ പരാതിപ്പെടണമെന്നൊക്കെ പറയുന്നുണ്ട്, അല്ലാതെ ഇവരെ വെറുതെ വിടരുതെന്നൊക്കെ ഇതിന് സാക്ഷിയും എല്ലാം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, വേണ്ടടാ അത് വെറുതെ വിട്ടേക്ക്, അതിനെ അവർ ചെയ്തതിന് അവർ അനുഭവിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുഭാഷ് ആണെങ്കിൽ നിധിയുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ മേടിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കൂടെ പോകാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ പിറക്കുന്നാണെങ്കിൽ രാജീവൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, തെറ്റാ നീ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും നാൾ കൂടെ ജീവിച്ച നിങ്ങളെയൊക്കെ കാട്ടിയും എനിക്കിപ്പോൾ ഇവരെ വിശ്വാസമോ കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്തൊരു സങ്കടങ്ങളും കാര്യങ്ങളും വന്നാൽ പോലും ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരത്തില്ല. എനിക്കാണെങ്കിൽ അവിടെ ഒരു കുഴപ്പവും കാണത്തില്ല. എനിക്ക് അവിടെ ആണെങ്കിൽ എനിക്ക് നല്ല സന്തോഷവും ഉണ്ട്, എനിക്ക് സമാധാനവും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നിധിയാണെങ്കിൽ. എന്നിട്ട് നമ്മൾ സുഭാഷിൻ്റെ അവിടെ എല്ലാം കൂടാണെങ്കിൽ നമ്മൾ നിധി പുറത്തോട്ടൊക്കെ ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് മാപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സുധീഷ് പറയുന്നത്, എന്തിനാണ് താൻ എൻ്റെ അടുത്ത് മാപ്പ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, തനിക്ക് ഇതിനകത്തൊരു പങ്കുമില്ലെന്നുള്ള കാര്യം എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നിധിയാണെങ്കിൽ നമ്മൾ സുഭാഷിൻ്റെ അടുത്ത് മാപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, പോട്ട് മോളെ അതൊക്കെ വിട്ടിട്ട്, എന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ പറയുന്നത്, ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സുഭാഷിക്ക് നീ എവിടെ പോകും, ഞാൻ അകത്തൊന്ന് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറയും. അപ്പം നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും പോയിട്ട് വരട്ടെ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷാണെങ്കിൽ അകത്തോട്ട് പോകുന്നുണ്ട്. പോയിട്ടാണെങ്കിൽ നമ്മൾ അവിടെ എല്ലാവരും വിഷമിച്ചൊക്കെ ഇരിക്കും കേട്ടോ. ആ സമയത്ത് നമ്മൾ അരുണിനെ വിളിച്ചിട്ട്, അളിയാ ഒന്നിങ്ങ് വാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വന്നിട്ടാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ നമ്മൾ അരുണിൻ്റെ ചെവി കുറ്റി നോക്കി ഒരു അടിയങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആണുങ്ങളാണെങ്കിൽ ഇങ്ങനെ മുഖവും മൂടി വന്നിട്ട് അല്ലടാ നേർക്ക് നേരെ നിന്ന് അടിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാജീവനാണെങ്കിൽ നമ്മൾ സുധീഷിനെ അടിക്കടാ, വീട്ടിൽ കയറി വന്ന ആളെ അടിക്കുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് സുധീഷിനെ അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ സുധീഷ് കയറി കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അത് ഇപ്പം നിധിയുടെ അച്ഛനാണെന്ന് വിചാരിച്ചിട്ടല്ല ഞാനാണെങ്കിൽ തല്ലാത്തത്, മൂത്ത ഒരാളാണെന്ന് വെച്ചിട്ടാണ് ഞാൻ തല്ലാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. വെല്ലുവിളിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടൊക്കെ വെല്ലുവിളിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ നാണം കെട്ട് നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, നമ്മൾ ആ വണ്ടിയുടെ ചാവി എടുത്തിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടിയൊക്കെ ഈ വണ്ടിക്കകത്തല്ലേ അയച്ചത്, എന്തായാലും ഈ വണ്ടി ഞാൻ അങ്ങ് എടുത്തുകൊണ്ട് പോകുക, ആർക്കെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡ്രൈവറെ അങ്ങ് അവിടെ വിട്ടിട്ട് നിങ്ങൾ ഈ വണ്ടി എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ ഡയലോഗും നമ്മൾ അരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് അടിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങ് വന്ന അളിയനെ ഞാൻ അടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സുധീഷ് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുഭാഷ് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയതാണെന്നെങ്കിൽ ഇല്ല ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, വാ നമുക്ക് ഈ വണ്ടിയിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ, ഇനി അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ആവും, നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സുധീഷ് പറയുന്നുണ്ട്, വരുവാണെങ്കിൽ ബൈക്ക് എടുത്തുകൊണ്ട് വാ നികേഷ് നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അല്ല നിങ്ങൾ സുഭാഷ് ചേട്ടനും കാറിൽ പോയിക്കോ, ബൈക്കിൻ്റെ കാര്യത്തിലൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനും കൂടെ ഞാനും കൂടെ ബൈക്കൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, അത് നല്ലത് സുഭാഷ് ചേട്ടാ, നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം, അവർക്ക് വേണമെങ്കിൽ ഡ്രൈവർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണെങ്കിൽ വണ്ടിയിൽ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നിധിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുക. ആണെങ്കിൽ വീണ്ടും സോറിയൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, എന്താ മോളെ നീ ഇത് എത്രാമത്തെ വട്ടാ സോറിയൊക്കെ പറയുന്നത്, അത് വിടാന്നൊക്കെ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, വീട്ടിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ അച്ഛൻ ചെയ്യുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സങ്കടത്തോടെ നമ്മൾ നിധി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.